ഈ കവിത ഞാൻ ഇത്രയും നീട്ടിച്ചെല്ലാനുള്ള കാരണം മറ്റൊന്നുമല്ല. ഈ കവിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ഖബർ ശരീഫിന്റെ ആ റൂമിന്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. ഇനി അത് വെറുതെ പറഞ്ഞ് രക്ഷപ്പെടുകയല്ല. ഇത് പ്രസിദ്ധീകരിച്ച UAE-യിലെ മജ്മഉ സഖാഫിയിലെ കൾച്ചറൽ സെന്ററിലെ ഗവേഷണ വിഭാഗത്തിലുള്ള ബസ്സാം മുഹമ്മദ് ബാറൂദ് രേഖപ്പെടുത്തുന്നു. ഇത് ആ റൗള ശരീഫിന്റെ അകത്തളത്തിലുണ്ടെന്നും അതിന്റെ 16-ാമത്തെ വരി പുറത്തെഴുതി വെച്ചിട്ടുണ്ട്. മദീനത്ത് പോയ ആളുകൾ നോക്കിയാൽ അറിയാം. നല്ല ചിത്രം കിട്ടിയാൽ അവിടെയും വായിക്കാം. നബിയുൻ അളീമുൻ ഖുലുഖുൽ ഖുലുഖുല്ലദീ ലഹു അല്ലമർ റഹ്മാനു ഫീ അഅ്ളമിൽ കുതുബി. 54 വരിയുള്ള ഈ കവിതയുടെ 16-ാമത്തെ വരി നബിതങ്ങൾക്കും സ്വാഹിബൈനി അഥവാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമറുൽ ഫാറൂഖ് തങ്ങൾക്കും സലാം പറഞ്ഞിട്ട് കഴിയുമ്പോ മേലോട്ട് നോക്കിയാൽ ഇപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുള്ള വരിയാണ് ഈ കവിതയിലെ 16-ാമത്തെ വരി. കാരണം അത്രയും വലിയ മഹബ്ബത്തോടെ മദീനയിൽ ചെന്നിട്ട് ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പ്രേമമുയർത്തിപ്പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനീ. ഈ ജീവിതം നാളെ അങ്ങ് നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് നാളത്തെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ വഴി ഏതാണ്? മോനെ, ഇവിടെയുള്ള മായാലോകത്തിന്റെ സിനിമാ തലങ്ങളിലേക്ക് ചേക്കേറുകയല്ല. ആസ്വാദനത്തിന്റെ അവസാനത്തെ തുള്ളി വരെ കുടിച്ചിട്ടേ മരിക്കൂന്ന് ചിന്തിക്കലല്ല. എല്ലാത്തിന്റെയും സൃഷ്ടിപ്പിന്റെ നിമിത്തമായി നാഥൻ നിയോഗിച്ച മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹിനെ ഇഷ്ടം വെച്ചാൽ അവിടെയാണ് വിജയം. ലോക വിശ്വാസികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് ഹബീബായ നബിയുടെ മുമ്പിൽ അനുരാഗം ചുരത്തിയത് സ്വഹാബികളാണ്. പ്രേമമുയർത്തിയത് താബിഈങ്ങളാണ്. അതാ അബൂ ഹനീഫ ഇമാം തങ്ങൾ അവിടെ പോയി ചൊല്ലിയത് നമുക്കെല്ലാം അറിയാമല്ലോ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയുടെ മണൽപ്പരപ്പിൽ കിടന്ന് അനുരാഗത്തിന്റെ കവിത ഉയർത്തിയിട്ട് റൗളത്തുൽ മുശറഫയുടെ അകത്തളത്തിൽ കിടക്കുന്ന ഹബീബിനോട് സല്ലാപം നടത്തിയില്ലേ? മാലിക് ഇമാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് അവിടുന്ന് വിവർണമായ ഭാവത്തോടെ മാറി മദീനയിൽ കിടന്ന് ഹബീബിനോട് പ്രണയം നടത്തിയില്ലേ? ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു മുഹമ്മദ് 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 4 ആൺമക്കൾക്കും മുഹമ്മദ് എന്ന പേര് വെക്കുകയും സ്വന്തം പേര് മുഹമ്മദ് ആയിരിക്കുകയും ചെയ്യുമ്പോഴും അനുരാഗത്തോടെ ഹബീബിന്റെ മദീനയിൽ വന്ന് സ്നേഹപുരസ്സരം ഇൽമ പഠിക്കാൻ മാലിക് ഇമാം തങ്ങളുടെ ദർസിൽ വന്നപ്പോൾ ആദ്യമായി ശാഫിഈ ഇമാം തങ്ങൾ ചെയ്തത് എന്താണ്? തബറക ബിഖബരിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ തൊട്ടിട്ട് ബറക്കത്ത് എടുത്തിട്ടാണ് ശാഫിഈ ഇമാം തങ്ങൾ ഇൽമ പഠിക്കാൻ തുടങ്ങിയത്. ഒന്നാമത്തെ ദിവസം ദർസിൽ കൂടിയ സമയത്ത് ശാഫിഈ ഇമാം തങ്ങൾ അതാ മാലിക് ഇമാം തങ്ങളുടെ ദർസിലെ കൊച്ചു മുതഅല്ലിമാണ്. പ്രായമേറെ കുറഞ്ഞ മുതഅല്ലിമാണ്. തുപ്പനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതുന്നുണ്ട്. ഹദീസ് പറയുമ്പോൾ
ക്ലാസ് കഴിഞ്ഞപ്പോ മാലിക് ഇമാം തങ്ങൾ ചോദിച്ചു, മാലിക് ഇമാമിനെ കുറിച്ച് സാധുവായ ഞാൻ കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച 2 മണിക്കൂർ CD നിങ്ങൾക്ക് കിട്ടും. മാലിക് ഇമാം തങ്ങളുടെ റസൂലുള്ളാഹിനോടുള്ള പ്രേമം ആ CD-യിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അബൂ ഹനീഫ ഇമാം തങ്ങളെ കുറിച്ചുള്ള 4 മണിക്കൂർ CD ഉണ്ട്. അതിൽ അബൂ ഹനീഫ ഇമാമിന്റെ പ്രേമം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഏതായാലും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങൾ തുപ്പുനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതാൻ തുടങ്ങി. ദർസ് കഴിഞ്ഞപ്പോൾ ഉസ്താദിങ്ങെ വിളിച്ചു, മോനെ കൊച്ചു പുതിയ മുത്തഅല്ലിമല്ലേ, വരൂ. മോനെ, മോന്റെ പേരെന്താണ്? മുഹമ്മദ്. അഖുറശിയുൻ അന്ത, ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണോ? നഅം. മക്കയിൽ നിന്ന് വരികയാണോ? ആണ്. ഇതെല്ലാം പറഞ്ഞപ്പോ പറഞ്ഞു, എല്ലാ ലക്ഷണങ്ങളും കൊള്ളാം. ഇൽമിന് പറ്റുന്ന പേരുണ്ട്, ഇൽമിന് പറ്റുന്ന കുടുംബമുണ്ട്, ഇൽമിന് പറ്റുന്ന പശ്ചാത്തലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ദർസ് എടുക്കുന്ന സമയത്ത് തുപ്പുനീര് തൊട്ടിട്ട് കൈവെള്ളയിൽ എഴുതിയത് എന്തിനാണ് മോനെ? ശാഫി ഇമാം തങ്ങൾ എന്ന ശിഷ്യനോട് ബഹുമാനപ്പെട്ട മാലിക് ഇമാം തങ്ങൾ എന്ന ഉസ്താദ് ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, ഉസ്താദേ, എന്റെ കയ്യിൽ പെന്നും കടലാസും ഇല്ല. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ മോനെ? ഇന്ന് ചൊല്ലിത്തന്ന 40 ഹദീസ് ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നാലൊന്ന് ചൊല്ലിക്കേൾപ്പിക്കൂ. ഉടനെ ബഹുമാനപ്പെട്ട ശാഫി ഇമാം തങ്ങൾ എന്ന കുഞ്ഞുമോൻ ചെറിയ പ്രായക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് ചൊല്ലാൻ തുടങ്ങി. ഹദ്ദസനി മാലികുൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമറ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന ഹദീസ് ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ ചരിത്രകാരന്മാരെഴുതുന്നു, താരീഖുൽ ഇമാം ശാഫിഈ നോക്കണം മുതഅല്ലിമീങ്ങളെ. മാലിക് ഇമാം തങ്ങൾ ചില ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിന്റെ മേലെ കൈവച്ചിട്ട് ഈ നബി പറഞ്ഞു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരം ഹദീസ് എത്തിയപ്പോ ശാഫി ഇമാം തങ്ങളും അതാ ഈ കിടക്കുന്ന റസൂലുള്ള പറഞ്ഞു തന്നു എന്ന നിലക്ക് ഏതൊക്കെ ഹദീസാണോ മാലിക് ഇമാം തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ തൊട്ടിട്ട് പറഞ്ഞത്, ആ ഹദീസെല്ലാം അങ്ങനെ തന്നെ 40ഉം കേൾപ്പിച്ചു കൊടുത്തു. ആലിംഗനം ചെയ്ത് സ്വീകരിച്ച് ദർസിലേക്ക് സമ്പൂർണമായും ഏറ്റെടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോക വൈജ്ഞാനിക ചക്രവർത്തികളുടെ ഗിരിശൃംഗത്തിലേക്ക് എത്താനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് ബറക്കത്ത് എടുത്തിട്ടാണ് ശാഫി ഇമാം തങ്ങൾ ഇൽമു തുടങ്ങിയത് കേട്ടോ. അപ്പൊ ലോക രാജ്യങ്ങളിലുള്ള ഒരുപാട് ആളുകൾ, സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കടക്കുന്നില്ല, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകൾ പോയിട്ട് വളരെ ചരിത്രപരമായി സിയാറത്ത് നടത്തിയ മഹാനായ പണ്ഡിതനാരാണ്? അൽ ഇമാം അബ്ദുല്ലാഹിൽ യാഫഈ തങ്ങളാണ്. വഫയാത്തുൽ അയാനിലുണ്ട്. ചരിത്രം ഞാൻ പറയുന്നില്ല സമയത്തിന്റെ പരിമിതി കൊണ്ട്. പിന്നെ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് പുണ്യമെടുത്തതാരാണ്? മദീനക്കാര് മുഴുവനും മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴും മദീനയിലേക്ക് വരുമ്പോഴും നബി തങ്ങളെ സിയാറത്ത് ചെയ്ത് പറഞ്ഞിട്ടേ പോകാറുള്ളൂ എന്ന് ഖാലി ഇയ്യാദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ആരാണ്? ലോകത്തുള്ള എത്രയോ ദിക്കിൽ നിന്നുള്ള മഹാന്മാർ. മൊറോക്കോയിലുള്ള സുലൈമാനുൽ ജസൂലി തങ്ങൾ, യമനിലുള്ള ബാഫഖീഹ് തങ്ങന്മാരുടെ കുടുംബം, മക്കയിലുള്ള സൈനി ദഹ്ലാൻ തങ്ങൾ എന്ന പണ്ഡിത ശ്രേഷ്ഠർ, അങ്ങനെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തിട്ട് മഹത്വം നേടിയ മഹാന്മാർ.
ഇനി ഇന്ത്യയിൽ നിന്ന് റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്തിട്ട് മഹത്വം കിട്ടിയ ആളുകൾ ആരാണ് അറിയുമോ? ഉത്തരേന്ത്യയിൽ ഇസ്ലാമിക പ്രചരണത്തിന് നേതൃത്വം കൊടുത്തത് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി തങ്ങളാണ്. മഹാനവറുകൾ ഇന്ത്യക്കാരനല്ല, ഇന്ത്യയിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കൊണ്ടുവന്ന മഹാനാണ്. അതേ കാലത്ത് തന്നെ ഇസ്ലാമിക പ്രചരണവും കൊണ്ടുവന്ന മറ്റൊരു മഹാനാണ് അല്ലാമത്തുൽ മുനീരി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഇന്ത്യയിൽ വന്ന് കല്യാണം കഴിച്ചിട്ട് അതിൽ ജനിച്ച മഹാനാണ് അല്ലാമത്തുൽ മുനീരി. ഉലമാഉൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൽ എഴുതി രചനയിൽ കാണാവുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ അല്ലാമത്തുൽ മുനീരി റഹിമഹുല്ലാഹ് ഇന്ത്യയിൽ ജനിച്ച മഹാനാണ്. ഇസ്ലാമിക പ്രചരണത്തിനുള്ള ഏറ്റവും വലിയ പ്രചോദനം എവിടെന്നാണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ്. അല്ലാമത്തുൽ ഫിർദൗസി റഹിമഹുല്ലാഹ് ഈ മഹാന്മാരെ കുറിച്ചെല്ലാം സ്വതന്ത്രമായ പ്രഭാഷണം നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇന്ത്യൻ മുസ്ലിമീങ്ങളിൽ സൂഫികളുടെ സാന്നിധ്യം എന്ന വിഷയത്തിൽ ചുരുക്കി പറയട്ടെ, അങ്ങനെ മഹാന്മാരായ എല്ലാ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിച്ചുകൊണ്ട് വിജയം വരിച്ചെങ്കിൽ അറിയുമോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ചരിത്രത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവ് ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ ബറേൽവി മഹാനവറുകളുടെ മക്ബറയിലെ പതാകയാണ് നമ്മുടെ സമസ്തയുടെ പതാക. ആ പതാകയുടെ പ്രഭവ കേന്ദ്രമായ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാൻ തങ്ങൾ മദീനയിലേക്ക് ചെല്ലുന്നു. 1000-ൽ പരം ഗ്രന്ഥമെഴുതിയ മഹാനാണ്. നബിതങ്ങൾ മറഞ്ഞ കാര്യം അറിയില്ല എന്ന ആരോപണം വന്നപ്പോ 2 കൈയിലും പേനയെടുത്തിട്ട് 8 മണിക്കൂർ കൊണ്ട് അദ്ദൗലത്തുൽ മക്കിയ്യ ബിൽ മാദ്ദത്തിൽ ഗൈബിയ്യ എന്ന രചന നടത്തിയ മഹാനാണ്. ആ മഹാനവറുകൾ അതാ മദീനയിൽ ചെല്ലുമ്പോ ബേനിശാനോ കെ നിശാൻ മിടതാനെ മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തെ എണ്ണി എണ്ണി പറഞ്ഞു. ഓരോ അവയവത്തിന് 1,00,000 സലാം ചൊല്ലിയ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ അവിടെ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ആശ പറയുമ്പോൾ കാണുന്നില്ല. കിടന്ന് കരയുകയാണ്. മദീനേ കെ ഖിത്തേ खुदा तुझको रखे गरीबों फकीरों के ठहराने वाले. മദീനയിലെ മണൽപ്പരപ്പ് പാവങ്ങളുടെ അത്താണിയാണ്, അശരണരുടെ ആശ്രയമാണ്, ആലംബഹീനരുടെ അവലംബമാണ്, നിഷേധിക്കപ്പെട്ടവരുടെ അവകാശമാണ്, പരിവർത്തനത്തിന്റെ പടഹധ്വനി നടത്തിയ നാടാണ്. കൊമ്പന്മാരായ മുതലാളിമാര് സ്വീകരിക്കാതെ വിട്ടപ്പോ ഇരുകൈയും സ്വീകരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്ത അൻസ്വാറുകൾ എന്ന പാവപ്പെട്ടവരുടെ നാടാണ് മദീന. മദീന നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടോ? അബൂജഹലിനെ പോലെ ഒരു ചട്ടമ്പിയുടെ ചരിത്രം മദീനയ്ക്ക് പറയാനില്ല. അബൂലഹബിനെ പോലെ ഒരു പോക്കിരിയുടെ കഥ പറയാൻ മദീനയ്ക്കില്ല. മദീനയിൽ സിമ്പിൾ മനുഷ്യന്മാരേ ഉള്ളൂ. അന്നും